തക്കുടു പറ. ഞാൻ എടുത്തില്ല. പിന്നെ നീ എന്തിന് ഇന്നലെ എന്റെ മേക്കപ്പ് ബോക്സിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന്? അതെന്തിനാ ചുമ്മാ? ചുമ്മാ എന്നിട്ട് പെറ്റി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ലിപ്സ്റ്റിക് കാണാനില്ല. ആരെടുത്ത്? നീ എടുത്ത്. ഓ ഞാൻ എടുത്ത്. ആര് പറഞ്ഞു ചേച്ചി? അമ്മയ്ക്കും ഡാഡിക്കും എന്റെ ലിപ്സ്റ്റിക് വേണ്ട. നല്ലു സയ്യും ഇവിടെ ഇല്ല. പിന്നെ നീ ഇന്നലെ അവിടെ നിക്കുകയും ചെയ്ത്. അപ്പൊ അത് ആരായിരിക്കും എടുത്തത്? എനിക്കറിഞ്ഞൂടാ. തക്കുടു കള്ളം പറയല്ലേ. എനിക്കറിഞ്ഞൂടാ ചേച്ചി. നിനക്കെന്താ അറിയാത്തെ? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ അമ്മ അല്ലേ. നീ പൊറനയിലുണ്ടല്ലോ കൊള്ളത്തരം. ഞാൻ എടുത്തില്ല. ഇവിടെ അങ്ങനെ പറയും. ഉറപ്പാണേ? എടുത്തില്ലാന്ന് ഉറപ്പാണ്? ശരി, അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാം. അപ്പൊ അവർ അന്വേഷിക്കുമ്പോ കിട്ടുമല്ലോ. പക്ഷെ ഇനി അഥവാ നീ ആണെങ്കിൽ അവര് മറ്റേ ജുവനൈൽ ഹോമിൽ കൊണ്ടിടും. ഈ കുഞ്ഞു പിള്ളേരൊക്കെ കുറ്റകൃത്യം ചെയ്യുമ്പോ അവിടെ കഞ്ഞിയും പയറും ഒക്കെ കുടിച്ച് 2 മാസം എന്നെയും ഡാഡി അമ്മയൊക്കെ കാണാതിരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. നീ അല്ലല്ലോ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. നീ തന്നെ. നീ ലിപ്സ്റ്റിക് എടുത്തു. എന്തിനെടുത്തേ? എന്റെ ക്ലാസ്സിലുള്ള മെഹദയ്ക്ക് വേണ്ടിട്ട്. മെഹദയ്ക്ക് വേണ്ടി എന്റെ ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തോ? അതെന്തിന്? അവളെ അച്ഛനെ അവൾക്ക് ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ ചേച്ചിയുടെ അടുത്ത് 2 ലിപ്സ്റ്റിക് ഉണ്ട്, ഞാൻ ഒരെണ്ണെടുത്ത് തരാമെന്ന്. അല്ല നാളെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ചേച്ചിക്ക് ഞാൻ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല, നാളെ വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ഇനിയിപ്പൊ അത് മേടിക്കാൻ നിക്കണ്ട. പക്ഷെ ഇനി മേലെ എന്നെ എന്തേലും സാധനം കണ്ട പെമ്പിള്ളാർക്ക് എടുത്ത് കൊടുത്താ ഞാൻ ഇവിടെ തെണ്ടിയാണോ മേടിക്കണം ഓരോ സാധനങ്ങള്? നീ ആകെ ഒരു ലിപ്സ്റ്റിക്കിന് അത്ര പോലും ആയില്ലല്ലേ? അതിൻ്റെ ഇടയിൽ കൊണ്ട് കൊടുത്താ അങ്ങോട്ട് മെഹദന്റെ കൂട്ടുകാരി. പിന്നല്ലാതെ ആ കൂട്ടുകാരി. അത് ചേച്ചി എടുത്ത് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞ നടത്തില്ലേ? ഈ കൊച്ചിലിങ്ങനെ കള്ളത്തരം കാണിക്കാൻ നിൽക്കുന്നതിന് നമുക്ക് കള്ളത്തരം കാണിക്കുകയും ചെയ്യരുത്, കള്ളത്തരം പറയുകയും ചെയ്യരുത്. നല്ല കുട്ടിയായിട്ട് വളർന്നു വരണ്ടേ. ആരാണ് ഇവിടെ കള്ളത്തരം കാണിച്ചത്? അമ്മ ഏതോ പെണ്ണിന് എന്റെ ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തേക്കുന്നു. ഇവനെ കണ്ണിന് എന്ത് പറ്റി? ആർക്കാണ് നീ ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തത്? മെഹദയ്ക്ക്. ഇറങ്ങിക്കോണെ ഇവിടുന്ന്. എന്തിന് തോന്നിയാസം കാണിച്ചിട്ട് ഇവിടെ കയറി നിൽക്കാൻ പറ്റൂല. ഞാനല്ല, ഇവനാണ് ലിപ്സ്റ്റിക് എടുത്ത് മകതയ്ക്ക് കൊടുത്തത്. എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക്കാ? പിന്നെ തോന്നിയാസം കാണിച്ചെന്ന് പറഞ്ഞു. നീ ആ ബേബി ചേച്ചിയുടെ കെട്ടിയവന്റെ വണ്ടി പണിയാൻ എടുത്തായിരുന്നോ? പണിത് കൊടുത്തോ? കൊടുത്തു. എങ്ങനെ കൊടുത്തു? എങ്ങനെ പണിത് കൊടുത്തു? വർഷപ്പിൽ കൊണ്ടുവന്ന് പണിഞ്ഞു കൊടുത്തു, പൈസ മേടിച്ചു. പൈസ മേടിച്ചു. എടി ആ ചേട്ടന്റെ വണ്ടി ബൈക്കില്ലേ, അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തപ്പോ ഇവൻ പറഞ്ഞ എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. എന്നിട്ട് മിണ്ടല്ലേ റൊണാൾഡോ നീ? പറയട്ടെ എന്നിട്ട് എഞ്ചിൻ പണിത് കൊടുത്തു എന്ന് പറഞ്ഞ പുതിയ എഞ്ചിൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുതിയ എഞ്ചിന്റെ പൈസ മേടിച്ച ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പഴയ എഞ്ചിൻ തന്നെ നന്നാക്കി കൊണ്ട് വെച്ചു കൊടുത്തു. പഴയ എഞ്ചിനാണ് വെച്ചത്. പുതിയ എഞ്ചിനെ എടുത്ത് അങ്ങേർക്ക് വണ്ടിയെ കുറിച്ച് ചക്കി ചങ്ങരാത്തി അറിയാത്ത ചേച്ചി പഴയ എഞ്ചിനാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയാൻ പാടില്ല നോക്കുമ്പോ. പക്ഷെ അച്ഛൻ പണിയിൽ ഇതുവരെ കള്ളത്തരം കാണിക്കുന്നത്. എഞ്ചിൻ പുറത്തിരിക്കുമല്ലേ? എന്റെ തങ്കച്ചെടുത്ത് എഞ്ചിൻ അതിന്റെ വെളിയിൽ നിന്ന് വരുന്ന 1-2 കവറിംഗ് ആണ് പഴയത്. ഓടിച്ചപ്പോ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓടിച്ചപ്പോ വ്യത്യാസം പുതിയ എഞ്ചിൻ വെച്ച് ഓടിക്കണ പോലെയാണോ പഴയ എഞ്ചിൻ വെച്ച് ഓടിക്കുന്നത്? പല തരികടയും കാണിക്കും, പക്ഷെ അച്ഛൻ എങ്ങനെ കാണിക്കത്തില്ല. നീ ഒന്നും അറിയാതെ സംസാരിക്കരുത്. ചേച്ചി അവരെയാണ് വിശ്വാസം, അച്ഛനാണ് വിശ്വാസം. ഈ കാര്യത്തിൽ എനിക്ക് അവരെ വിശ്വാസം. വിശ്വാസം പൈസയുടെ കാര്യത്തിൽ നീയും നിന്റെ ചേട്ടനും ഈ കള്ളത്തരം നിന്റെ കൂടെ. ഞാൻ ജോലി ചെയ്തിട്ടാ തങ്കച്ചെടുത്ത് പൈസ പിടിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചില്ല? അങ്ങനല്ലേ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. ഫോൺ അങ്ങനെ കോൾ എന്റെ ഫോണിൽ വന്നിട്ടില്ല. ഞാനത് ചെയ്യത്തല്ലോ. പൈസ കൊണ്ട് കൊടുക്കും. പൈസ കൊടുക്കേണ്ട കാര്യം ഞാൻ മെനക്കെട്ട് 2 ദിവസം രാത്രിയും പകലോട്ടിരുന്നത് പണിഞ്ഞു. രാത്രിയും പകലും പുതിയ എഞ്ചിനാണ് പണിയേണ്ട കാര്യമൊന്നുമില്ല. ഈ പഴയ എഞ്ചിൻ തന്നെ കിടുതാന്ന് പറഞ്ഞ് പണിതിട്ടാണ് നീ അത് ഈ 2 ലില്ലി ഇത് പറയല്ലേ ലില്ലി? ബേബി ചേച്ചിനാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടായിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം അവര് പറയുമ്പോ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. എവിടെ അവരുടെ പൈസ നഷ്ടം വന്നില്ലേ? അതല്ലേ എന്തോ ചെയ്താലും ഞാനിങ്ങനെ അയാൾ ഇതും കൂടി പറഞ്ഞു പുതിയ എഞ്ചിനെ മേടിച്ചെങ്കിൽ അതിന്റെ ബില്ല് എന്നെ കാണിക്കാൻ. പറഞ്ഞാൽ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്, കുറച്ച് പുതിയ ബില്ല് കൊടുക്കാൻ ഞാൻ കൊടുക്കാം.
തങ്കച്ചേട്ടത്തി ഇത്ര ദേഷ്യപ്പെടാറ്. തങ്കച്ചേട്ടത്തി വന്നിട്ട് ചോദിക്കടാ, അവരിങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു, നീ എന്താ ചെയ്ത്? അപ്പൊ തങ്കച്ചേട്ടത്തി നീ എന്നെ തോർത്തു കൊടുത്തു. ഞാൻ വെറും 7 കൂലി ആണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചേച്ചി അങ്ങനെ കാണിച്ചത്. ചേച്ചി അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. കുടുംബത്ത് താമസിച്ചോണ്ട് ഇങ്ങനെ കിടന്ന് കള്ളത്തരം കാണിക്കാൻ അവൻ ഈ കുടുംബത്തിൽ അങ്ങനെയാണെങ്കിൽ താമസിക്കണ്ട. അച്ചാച്ചി ഈ കുടുംബത്തിൽ താമസിക്കണ്ട. പിന്നെ വല്ലവരുടെയും വാക്ക് കേട്ടോണ്ട് വന്നേക്കുവാ. കാര്യമില്ലേ? ഇറങ്ങും. അതല്ലേ നല്ല കാര്യം. ഇവിടെ നിൽക്കട്ടെ. അതല്ലേ നല്ലത്. ചെല്ലി പൊക്കോട് നാളൊക്കെ പോകാൻ നല്ലത്. ഞാൻ പോവും. എന്തൊരു വൃത്തികേടാണ്. കക്കാൻ പാടില്ല നല്ലതാ. ഞാൻ എന്തോ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്. സംസാരിക്കില്ല. ചേച്ചി വല്ലവരുടെയും വാക്ക് കേട്ട് എന്റെ അച്ചാച്ചനെ കള്ളന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ചേട്ടനെ എന്റെ അച്ചാച്ചനെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ചേച്ചിയാണ്, ചേച്ചിയുടെ കുടുംബക്കാരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ല ഇങ്ങനെ. ഞാൻ ചെയ്തിട്ടില്ല ലിലിപ്പേട്ട, സത്യമായിട്ട് എനിക്കറിയാൻ ചെയ്തിട്ടില്ലെന്ന്. വല്ലവരുടെയും വാക്കും കേട്ട് വന്നു. നാണാവൂലല്ലോ. എന്താണ് ഇവിടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കേട്ടത്? മോനെ എന്റെ ലിപ്സ്റ്റിക് എടുത്ത് ഏതോ പെണ്ണിനെ കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കാതെ സ്വന്തം മോന്റെ കാര്യങ്ങൾ നോക്കുവല്ല പോയി, ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോ. എന്താടാ? ഞാൻ ചെയ്തില്ല. ചേച്ചി കള്ളു പറഞ്ഞു. കരയണ്ട കരയണ്ട. ഇപ്പൊ ഞാനും തങ്കഞ്ചേട്ടത്തുള്ള വഴക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് അങ്ങ് ഒത്തീർപ്പായാൽ ലില്ലിപ്പെണ്ണ് വന്ന് അതിന്റെ ഇടയ്ക്ക് കയറേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. അയ്യടാ, എന്റെ അങ്ങനെ പറഞ്ഞ ഞാൻ മിണ്ടാതിരിക്കണം. എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ രക്തബന്ധങ്ങളെ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. മിണ്ടാ നിന്നാ മതിയായിരുന്നു. ഇതിപ്പോ അന്നത്തിന്റെ അഭയത്തിന്റെ കാര്യങ്ങളും ഓവിന്റെ ആയല്ലോ. അന്നയോ അഭയോ ഒക്കെ ഇവിടെയും കിട്ടും. അച്ചാച്ചനെന്തിനാ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി ഇങ്ങോട്ട് പോകുന്നത്? അങ്ങനെങ്കിലും നിങ്ങളുടെ അലപ്പങ്ങ് തീരട്ടെന്ന് കരുതി. അതല്ലേ ഞാൻ വാരിക്കെട്ടി ഇറങ്ങിയത്. എന്റെയും ചേച്ചിയുടെയും വഴക്കൊക്കെ മാറിക്കോളുമായിരുന്നു. ചാടി ഇറങ്ങുകയും ചെയ്തു, തിരിച്ചു വിളിച്ചതും ഇല്ല. തിരിച്ചു വിളിക്കും ഇപ്പൊ തന്നെ. ചേച്ചിയൊന്നും തിരിച്ചു വിളിക്കത്തൊന്നുമില്ല. ഇല്ല. അഥവാ ചേച്ചി വിളിച്ച് അങ്ങോട്ടെങ്ങാനും ചെന്നാ ഉറപ്പായിട്ട് ഞാൻ റോസ് ചേച്ചിനെ വിളിച്ച് പറയും. റോസ് ചേച്ചിനെ വിളിച്ച് ഞാൻ പറയും. നീ ഇവിടെ, അത് മതി. അമ്മ എന്താ വിഷമിച്ചിരിക്കണേ? പറ, ഞാൻ കേക്കാം. എന്ത് പറ്റിയെന്ന് പറ. വിഷമിച്ചിരിക്കുന്നു. ആർക്ക് വിഷമം? അമ്മയ്ക്ക്. എനിക്കൊന്നും ഒരു വിഷമമില്ല. പറ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഒരുത്തനെ സ്നേഹിക്കാൻ പാടില്ല. ഒരുത്തനെ, നിന്നെ അതെ അവനെ അതെ, ഈ കുടുംബത്തെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. ഒന്നിനും നന്ദിയില്ല, സ്നേഹവും ഇല്ല. ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളും ചെയ്യും. ഇപ്പൊ ആര് ചെയ്തതാ ഇപ്പൊ പ്രശ്നമായത്? നിങ്ങൾ കണ്ടില്ല ആരാ ചെയ്തെന്ന്? രാവിലെ എഴുന്നേറ്റ് ഇവന് കഴിക്കാനുള്ള തേത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, 4 ദോശ, 2 ഇഡലി, ഇതെല്ലാം വെച്ച് വിളമ്പി കൊടുത്തിട്ട് ഒരു വാക്ക് മിണ്ടാതെ അവൻ ഇറങ്ങിപ്പോയില്ലേ? ബാഗും തുണിയൊക്കെ എടുത്തോണ്ട്. അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ അവൻ എന്നോട്? ഇല്ല, അമ്മ പറഞ്ഞിട്ടല്ലേ പോയത് ഇറങ്ങി പോവാൻ. ഓ, അപ്പൊ തെറ്റെന്റെ അല്ല. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞ അതിന്റെ അർത്ഥം ഇറങ്ങി പോവാനാണോ? പിന്നല്ലാതെ ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ അമ്മ പറഞ്ഞ. നിന്നെയൊക്കെ കൊന്നു കുഴിച്ചു മൂടുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊന്നു കുഴിച്ചു മൂടുന്നാണോ? അങ്ങനെയല്ല അമ്മ. അത് അമ്മ ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിച്ചത്. അതെടി, ഇപ്പൊ അങ്ങനെയൊക്കെ നിങ്ങക്ക് തോന്നും, ആർഷും ഈർഷൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ അമ്മയും റൊണാൾഡോകളും കൂടെ നിങ്ങൾ ആരെ ന്യായീകരിക്കൊന്നും വേണ്ട. ന്യായീകരണമല്ല, അമ്മ കാണാത്തൊരു കാര്യമുണ്ട്. അപ്പൊ അമ്മയും മാമിയും കൂടെ പിന്നെ അടിയായി. അപ്പൊ ഇത് അടിയായി നിങ്ങൾ പിരിയോന്നുള്ള അവസ്ഥ എത്തിയത് കൊണ്ടായിരിക്കാം റൊണാൾഡോ എന്നാ പിന്നെ ഇവിടെ നിന്ന വഷളാവും, ഞാൻ അങ്ങ് പൊയ്ക്കളയാം. അയ്യോ, പിന്നെ ഞാനും അവളും അടി ഉണ്ടാക്കിയിട്ട് അങ്ങ് പിരിഞ്ഞു പോകണം. അത്ര വലിയ അടികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അമ്മ, പിന്നെ ഒരു വെടി പൊട്ടിയല്ല വലുതാണോ ചെറുതാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല? അമ്മയും മാമിയും തമ്മില്? ഞങ്ങൾ തമ്മിൽ എന്താന്നേ പിണക്കം? എന്നാ പോയി മിണ്ട്. എന്തിനാ ഇവിടെ മിണ്ടാതിരിക്കണേ? പിണക്കമൊന്നുമില്ല, പക്ഷെ മിണ്ടാൻ പറ്റില്ല. അതെന്താണ് പിണക്കമൊന്നുമില്ല മിണ്ടാൻ പറ്റില്ല? മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് കാര്യമുണ്ട്. ഞാൻ ഇവനുമായിട്ട് മര്യാദക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നില്ലേ? മര്യാദക്ക് എന്തെങ്കിലും ആവട്ടെ, ഞാൻ കാര്യം ചോദിക്കുവായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ ഇവള് കയറേണ്ട കാര്യം എന്താ? ഇവൾ അതിന്റെ ഇടയിൽ കയറേണ്ട കാര്യം എന്താ? അതുകൊണ്ടല്ലേ ഇത് ഇത്രയും വഷളായത്? അതുകൊണ്ടല്ലേ അവൻ ഇറങ്ങിപ്പോയത്? അല്ല, അതിനൊരു കാര്യമുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് മാമിന്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്. ആ സമയത്ത് സ്വന്തം സഹോദരനല്ലേ, ആരായാലും ഇടപെട്ട് പോവില്ലേ? ആ വിഷമം കാരണമല്ലേ ഇടപെട്ടത്. അത് ഡാഡിയെക്കാട്ടിലും വലിയൊരു വഴക്ക്. നീ പൊയ്ക്കട ഒന്ന്. നീ ഞാൻ പോണം.
ഇത് അമ്മയുടെ കുറ്റമെന്നല്ല പറഞ്ഞ, കുറ്റം രണ്ട് ഭാഗത്തും ഉണ്ട്. പക്ഷെ നമ്മൾ അവരുടെ രീതിക്ക് ഒന്ന് ചിന്തിക്കണമല്ലോ. അപ്പൊ അമ്മയുടെ ഭാഗത്തല്ലേ കുറച്ച് കുറ്റം അധികം. അമ്മ കറക്റ്റാണ് ചെയ്തത്. എടാ തക്കുടു, അടുത്ത ആഴ്ചയെ കുടുംബശ്രീയുടെ യോഗം 4 മണിക്കാണേ. മുത്തേ, ആ അടുത്ത ആഴ്ച യോഗത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റൂല. ഞാനും ക്ലീറ്റോയും കൂടിയേ ക്ലീറ്റോന്റെ പാർട്ടിയിലുള്ള ഒരാളുടെ മോളുടെ കല്യാണത്തിന് പോവാ. അമ്മ ഞാനും വരട്ടെ അമ്മ, ഞാൻ വന്നോട്ടെ പ്ലീസ്. നിന്നെയും കൊണ്ടുവാ. കല്യാണത്തിനൊക്കെ പോകുന്നോളാം തക്കുടു. പക്ഷേ ഉണ്ടല്ലോ, നിക്ഷേപ വായ്പ തുകയും ലീവ് ലെറ്ററും ഒക്കെ തരാൻ മറക്കരുത്. ലീവ് ലെറ്റർ ഞാൻ തരാം മുത്തേ, പക്ഷേ വായ്പാ തുക ഇതൊക്കെ അടുത്ത ആഴ്ച യോഗത്തിന് തരാൻ പറ്റുള്ളൂ. അതെ തക്കുടു, അടുത്ത ആഴ്ചത്തെ മീറ്റിംഗ് നടക്കുന്നതേ സുലോചന ചേച്ചിയുടെ വീട്ടിലാണേ. സുലോചന ചേച്ചിയുടെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് ഒരു പ്രാവശ്യം നടന്നതാ മുത്തേ. അത് അനുശോചന യോഗമായിരുന്നു. അനുശോചന യോഗം അനുശോചനയോഗമായിരുന്നോ? ആ, വരണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അന്ന് വന്നില്ലല്ലോ. അന്ന് വരാനായിട്ട് നിന്റെ ഇത് തയ്ച്ചത് മേടിക്കാൻ വേണ്ടി എനിക്ക് പോകണ്ടായിരുന്നോ? അന്നത്തെ ഫൈൻ ആരാ അടച്ചതെന്നറിയോ? അന്നത്തെ ഫൈൻ ആരാന്ന് അടച്ചതെന്നറിയോ? നീ? ഞാൻ. അതോ പിന്നെ അങ്ങനെയല്ലേ നമ്മള്? ആണാ? എന്നാലും ഈ പിള്ളേരെപ്പോ പോയി മയത്തിന് വലിഞ്ഞാന്ന് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കൂടെ മിണ്ടിക്കാൻ. അതിന് നമ്മളെപ്പോഴും വഴക്കിട്ട് നമ്മള് കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അതെന്ന് കാണുന്നവർക്ക് എപ്പോഴും അല്ലെങ്കിലും തോന്നും നമ്മള് വഴക്കിടുവാന്ന്. കൊണ്ടാ ഞാൻ ഇത് എത്തണില്ലല്ലോ ചേച്ചി. ഞാൻ വിളിക്കാൻ കൊണ്ടാ. പിടിക്കട്ടെ? വേണ്ടടി, ചാടാൻ. എന്തിന്? ആ, പിന്നെ അട ഉണ്ടാക്കുന്നുണ്ട്. ശർക്കര ഇട്ടാണോ? പിന്നെ ശർക്കര ഇട്ടല്ലാതെ. ചേച്ചി ചില സമയത്തൊക്കെ പഞ്ചസാര ഇട്ടുണ്ടാക്കും, എനിക്കത് ഇഷ്ടമല്ല. ഇന്ന് ശർക്കര ഇടുള്ളൂ, നിനക്ക് ശർക്കര ഇട്ടുള്ള ഇഷ്ടം. രണ്ടെണ്ണം വേണം. അതിനെന്താ? ചുട്ടത് വേണോ ആവിയിൽ വേവിക്കണോ? രണ്ടും ഓരോന്നെ. നമ്മളൊരു കാര്യം നമുക്ക് തന്നെ നാണാവുന്നു. പോയി ഉണ്ടാക്കട്ടെ. ഇതൊക്കെ എന്തോരം പുല്ലാന്ന് നോക്കിയേടി പിടിച്ചേക്കുന്നത്. മതി, ഞാൻ ഒഴിക്കാം. ഞാൻ ഒഴിക്കാം. നീ അപ്പുറത്തൊഴിക്കുക, അതിനകത്ത് പുല്ലൊന്ന് കണ്ട. ഓ, അതൊക്കെ എടുത്ത് കളയണമല്ലോ. ഇല്ലെങ്കിൽ മമ്മി ഇത് ഇതിലൊക്കെ ഉണ്ടേ. ആ, ഈ മുകളിൽ ഒഴിക്കണ്ടേ? ഒഴിച്ചോ. അവിടെയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ദിവസമായി. മാമി, ലില്ലി ഡാൻസ് ഒക്കെ നിർത്തിയിട്ട് ചെടി പരിപാലനായോ? ദൈവമേ, ഇതാര്? കയ്യല്ലേ? അതൊന്നും സാരമില്ല. എന്തുണ്ട് സുഖം. ഇത്ര നാളെ കണ്ടിട്ട് മാമിയോട് ഡാൻസ് പഠിച്ചതാ. ഓ, ഇത് ആങ്ങളേടം. ഓ ശരി ക്ലീറ്റോ ചേട്ടന്റെ മോള്. ഓ, ശരി ശരി നീ ഇതെവിടെ പോയി? ഒന്നും പറയണ്ട, ഇവിടെ അടുത്ത് 2 കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ആണോ? അപ്പൊ അങ്ങോട്ട് എങ്ങനെ വന്നേ? ഒന്നും പറയണ്ട, സാധാരണ വണ്ടിയിലാ വരുന്നത്. അപ്പൊ അത് 3-4 ദിവസമായിട്ട് കംപ്ലൈന്റാ. ഇന്ന് നോക്കുമ്പോണ്ട് പങ്ക്ചറും. പിന്നെ അവസാനം ഓട്ടോ പിടിച്ചിട്ടാ വന്നത്. ആണോ? അപ്പോഴുണ്ട് ഇതുവഴി ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോഴേ ഓട്ടോ തേടി നടന്നപ്പോഴേ ഞാൻ ചോദിച്ചു, ലില്ലിയുടെ വീട് ഇവിടെ അടുത്താണല്ലോ, ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നെ ഓ, ഓർത്തല്ലോ. നീ ഓർക്കുന്നുണ്ടല്ലോ എന്നെ, ഞാൻ അങ്ങനെയെങ്കിലും ഓർത്തില്ലേ. അതുകൊണ്ട് വണ്ടി എന്നിട്ട് നന്നാക്കിക്ക, അല്ലെങ്കിൽ പിന്നെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോ ഭയങ്കര ഒരു 3-4 എടുത്ത് കൊടുത്തത് ശരിയാക്കിയത്. അതിനെന്നും എന്തെങ്കിലുമൊക്കെ പണിയാണ്. നല്ല എവിടെങ്കിലും കൊടുക്ക്. നീ തപ്പണം ആരെങ്കിലും നല്ല. അല്ലെങ്കിൽ എന്റെ അച്ചാച്ചന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊടുക്ക്. ആ, നന്നായിട്ട് അപ്പൊ ഒന്ന് വന്ന് അത് എടുത്തൊന്ന് ശരിയാക്കി തരാൻ പറയും. ഞാൻ പറയാം. അച്ചാച്ചൻ അങ്ങനെ ഒരു കാര്യം എന്റെ കൂട്ടുകാരിയുടെ പറഞ്ഞ് ഓ ശരി, സ്പെഷ്യൽ ആയിട്ടൊന്ന് നന്നാക്കണമെന്ന് പറയാം. അതെ, അതൊന്ന് ശരിയാക്കി തരാൻ പറയും. ശരിയാക്കി തരാന്ന് പറയാം. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള്? സുഖം. അങ്ങനെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം. ചേട്ടനൊക്കെ സുഖം. ചേട്ടനെ സുഖം. അപ്പൊ അവരൊക്കെ എത്ര നാൾക്ക് മുന്നേ കണ്ടതാ? നീ ഒന്നും പറയണ്ട, ഒന്ന് വിളിക്ക പോലും ഇല്ലല്ലോ. ഞാൻ ഇന്നെങ്കിലും സർപ്രൈസ് തരാനായിട്ട് ഇവിടെ വന്നു. പ്രോഗ്രാം ചെയ്യുന്നുണ്ടാന്ന്? ആ, ഇടയ്ക്കൊക്കെ. പക്ഷെ എന്നാലും അധികവും ക്ലാസ് ഒക്കെ തന്നെയാ. എന്നാ എന്തായാലും ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ, ഈ ഫീൽഡിലുണ്ടല്ലോ. ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും. ഞാൻ ഒന്നും പറയും. അയ്യോടാ, ഒന്നും പറയൂല. വാ ചേച്ചി. ഓ, ദേ ശാലിനി എന്റെ കൂടെ ഡാൻസ് പഠിച്ചോണ്ടിരുന്നതാ പണ്ട്. അത് ശരി. ഇവിടെ ഇരിക്കേ, വാ. ഡാൻസ് ടീച്ചറാ? ഡാൻസ് ടീച്ചറാ. അപ്പൊ ഇവിടെ അടുത്തേ
ഒരു വീട്ടില് ഹൗസ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ ഹാ ഹാ ഹാ. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ വീട് ഇവിടെയാന്ന് പറഞ്ഞിട്ട് വന്നതാ. ഓ എന്താ വിശേഷം? വീട് എവിടെയാ? ഇവിടെ പൂജപ്പുര. ആ ശരി ശരി. ഇത് 2 മക്കള്. എന്നെ അനിയൻ. ആ മോനെ ഇവനെ ഈ ട്യൂഷന് വിടാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാന്. ഭയങ്കര മടിയാ ട്യൂഷന് പോകാൻ. അവൻ പറയണ അവൻ ജീവിതം തീരുവാന്ന, ട്യൂഷൻ പഠിച്ച് അവന്റെ ജീവിതം തീരുവാന്ന്. വേഗം പോയിട്ടോ. മോനിപ്പോ എത്രയിലാ? എന്തോ മോനെ പറ. രണ്ടില്ല. ഓ ശരി. ഓക്കോ സൂക്ഷിച്ചു പോണം കേട്ടാ. കഴിച്ചാവും വല്ലതും. കഴിച്ചു. അമ്മ പോയിട്ട് വരാമേ. ആ ഉമ്മ അതാ ഇരിക്കി. എന്നിട്ട് ഇവിടെ വന്നതെന്ന് ചോദിച്ചില്ല. ഇവിടെ അടുത്തൊരു ഹോം ട്യൂഷൻ ഉണ്ട്. അപ്പോഴാ ലില്ലി ഇവിടെ അടുത്താണല്ലോ താമസിക്കുന്നത് വെച്ചാൽ അപ്പൊ അവളെ ഒന്ന് കൊറേ നാളായി കണ്ടിട്ട്. കൊറേ നാളായി ഞങ്ങൾ കണ്ടിട്ട്. ഏതായാലും വരാൻ തോന്നിയല്ലോ. തങ്ക ചേച്ചി എന്ത് ചെയ്യണു? ഞാനിവിടെ ഇത് ഗാർമെന്റ്സ് ബിസിനസ്സാ, സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ പോണു. പിന്നെ തൊഴിലുറപ്പിനും പോവും. അല്ല കൊറേ പേര് പോകുമ്പോ ചേച്ചിയോട് വെറുതെ ഇരിക്കുന്നോണ്ട് അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണല്ലോ. വെറുതെ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല അവിടെ ഇപ്പൊ ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഇരുന്നിങ്ങനെ പോരും സമയം പോവാൻ വേണ്ടിട്ട്. ഞാനും ഉണ്ടാവത്തില്ലല്ലോ ഇവിടെ. ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വിളും വരാറുണ്ടായിരുന്നു തൊഴിലുറപ്പിന്. ഞാനും പോയി വെറുതെ ഇരിക്കും. തൊഴിലുറപ്പിനായിട്ട് പോണേ. നീ ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ കൊണ്ട് കാണിച്ചു. പറമ്പൊക്കെ ഒന്ന് കൊണ്ടേ കാണിച്ചിട്ടോ. ഞങ്ങൾ കുറച്ച് പോയിട്ട് വരാം. കൊണ്ടിട്ടുണ്ട്, അത് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അവള് വലിയ ആട്ടക്കാരി വന്നേക്കുന്നു. ലില്ലിയേ എന്തോ എടി ദേ സുലിച്ചേച്ചിനെ ആശുപത്രി കിടത്തേക്കാന്ന് കാണാൻ പോയാലോ? പനി കുറവില്ല സുനി ചേച്ചിക്ക്? ഇല്ല, അതുകൊണ്ടല്ലേ ആശുപത്രി കിടത്തേക്കാന്ന് പറഞ്ഞത്. ചേച്ചി ആശുപത്രി പോവാണോ? അതുകൊണ്ടല്ലേ നിന്നോട് കാണാൻ വരണ്ടോന്ന് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. ആ വാ. അയ്യോ എന്നെ വൈകിട്ടാണോ പോണത്? എപ്പൊ പോണെന്ന് ആലോചിക്കണേ. ഇച്ചിരി ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. ചോറല്ലേ? ആ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോ പോണ്ടേ? വിളിച്ച് ചോദിക്കാം. ഞാൻ ഇത് തോരൻ വെക്കാനാ? മീൻ വറുത്തത് ഇരിപ്പുണ്ട്. ആ ഞാൻ ചോറെടുക്കാം. പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതി. അത് മതിയാ? വേണമെങ്കിൽ ഒരു മുട്ടയും വറുക്കാം. അച്ചാറും ഇരിപ്പുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട. പനിയായിട്ട് കിടക്കുന്ന ആള് ഈ പുളിശ്ശേരിയും ചോറും മീൻ വറുത്തൊക്കെ എങ്ങനെ തിന്നാനാ? ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്ക്. വിളിച്ചു ചോദിക്കാൻ എന്താ ഉള്ളേ? അല്ല എന്ത് വേണം, എന്ത് എന്താ? മറ്റേ കൂട്ടുകാരുടെ വണ്ടി ഞാൻ പോയി എടുത്തു. ഏത് വണ്ടി? ആ ശാലിനി എടുത്തു. എങ്ങനെയുണ്ട്? അതൊരു തല്ലിപ്പൊളി വണ്ടി ആണോ? ഓ അത് കേടാറിട്ട് ഞാൻ ഒരു വൻ തള്ളിക്കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഒട്ടും ശരിയാക്കാൻ പറ്റത്തില്ലേ? ശരിയാക്കി എങ്ങനെയാലും ഒപ്പിച്ച് കൊടുക്കുക, അത്രേ പറയാൻ പറ്റൂ. എങ്ങനെയാണ് ശരിയാക്കി? ഇന്ന് തന്നെ കൊടുക്കുന്നത്. അതവിടെ വണ്ടി അച്ഛനും പറഞ്ഞ് ഇന്ന് തന്നെ കൊടുക്കണേന്ന്. അന്നേ ഇന്ന് തന്നെ കൊടുക്ക്. നോക്കാം. ഞങ്ങള് വേണ്ടിയുണ്ടല്ലേ? അതങ്ങനാണല്ലോ. അപ്പോഴും അതങ്ങനെ തന്നെ ആണല്ലോ. ഞാൻ അന്നും പറഞ്ഞല്ലോ ഞങ്ങള് ചക്കരം പെട്ടെന്നുണ്ട് വാഴയിൽ എപ്പോഴും എന്റെ എല്ലാം കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. അതെന്റെ തെറ്റ്. കുഞ്ഞിപ്പങ്ങൾ കരയണ്ടല്ലോ എന്ന് കരുതി കുഞ്ഞിപ്പങ്ങൾക്കൊപ്പം അത് എന്നെ പറഞ്ഞാൽ മതി. വണ്ടി കൊടുക്കണേ. അല്ല പറഞ്ഞതിനെ കുറിച്ച് മിണ്ടാറേ ഇല്ല. റൊണാൾഡോ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാറില്ല. മുട്ടയും ഇട്ട് തോരൻ വെച്ചാൽ നല്ലതായിരിക്കും. കാനായിലെ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വെള്ളം മുന്തിരി വീഞ്ഞ ലില്ലി എടി ലില്ലി, ഇന്നുണ്ടായിരുന്ന ക്ലാസ്? ക്ലാസിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞിട്ടല്ലേ നിന്റെ ചാച്ചന്റെ കയ്യിൽ എന്റെ വണ്ടി നന്നാക്കാൻ കൊടുത്തത്? ഇതുവരെ കൊടുത്ത എല്ലാത്തിനും കാട്ടിലും കോളമാക്കി തന്നിട്ടുണ്ട്. അയ്യോ ഞാൻ ചോദിച്ചോ പറഞ്ഞു നന്നാക്കി. ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോണ്ട് വണ്ടി വീണ്ടും പങ്ക്ചർ. ഞാൻ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോഴാണ് പറയുന്നത് പഴയ ട്യൂബാണ്. നിന്റെ ചാച്ചൻ എന്റെ കയ്യിൽ നിന്ന് പുതിയ ട്യൂബ് വാങ്ങിക്കാനുള്ള പൈസയും അത് നന്നാക്കാനുള്ളതും കൂടിയാ വാങ്ങിച്ചു ചേർത്ത്. എനിക്ക് എന്റെ വണ്ടി എത്രയും പെട്ടെന്ന് പഴയ നിലയിലാക്കി തരുമോ? അങ്ങനെ ചെയ്യണ ആളല്ല ഞാനിപ്പോ കള്ളം പറയുന്ന ഇപ്പൊ ഇവിടെ ആളിവിടെ ഇല്ല.
എന്ത് പറയാനാ, എനിക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ വണ്ടി നന്നാക്കി കിട്ടും വേണം, എന്റെ കാശും എനിക്ക് തിരിച്ചു വേണം. മോളെ ചേച്ചി ഇവള് പറഞ്ഞിട്ടാ ഇവളുടെ ചാച്ചന്റെ അടുത്ത് എന്റെ വണ്ടി നന്നാക്കാൻ കൊടുത്തു. ഇപ്പൊ പുതിയ ട്യൂബിന്റെ പൈസ മേടിച്ചിട്ട് പഴയ ട്യൂബ് ഇട്ട് തന്നു. മാത്രമല്ല വണ്ടി മൊത്തത്തിൽ കൊളാക്കി തന്നിരിക്കുക. ചോദിക്കുമ്പോ ആളിവിടെ ഇല്ല. എനിക്ക് ഒന്നും അറിയണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വണ്ടി ശരിയാക്കി തരുവും വേണം, എന്റെ കാശും വേണം. ഞാൻ ചേച്ചിയെയും കൂടെ വിശ്വസിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. ഞാൻ ഉറപ്പായിട്ട് നന്നാക്കി തരാൻ പറയാം. എന്റെ അടുത്ത് ഇത് വേണ്ടായിരുന്നു. എന്തായാലും ഒന്ന് പറഞ്ഞേക്ക്. ചായ കുടിച്ചു. ചായ അല്ല, അച്ചാച്ചാ പൊക്കോ എങ്ങോട്ടെങ്കിലും പോ. അതാ നല്ലത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ആ പെണ്ണ് വണ്ടി ശരിയാക്കി കൊടുത്തോണം. വല്ലോടത്ത് കിടക്കുന്ന ആളാണ് എന്നെ വന്ന് ചീത്ത വിളിച്ചിട്ട് പോയത്. എന്നെ പറഞ്ഞാൽ മതി. കഷ്ടകാലത്തിലാണ് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അച്ചാച്ചൻ ഭയങ്കര വലിയ മെക്കാനിക്കാണ് അവിടെ കൊടുക്കുന്നത്. തൃപ്തിയായില്ല ഇപ്പൊ എന്താ ഇങ്ങനെ റൊണാൾഡോ അച്ചാച്ചനെ വഴക്ക് പറയണേ? റൊണാൾഡോ അച്ചാച്ചൻ അങ്ങനെ ജോലിയിൽ കള്ളത്തരം കാണിക്കില്ലല്ലോ. എനിക്ക് ദേഷ്യം വന്നിരിക്കണം. എന്റെ വായിരിക്കുന്ന കേൾക്കുവേ, മിണ്ടാതിരുന്നോണം. അങ്ങനെ പറയല്ലേ. നിനക്ക് വല്യരെയാണോ വിശ്വാസം, അത് റൊണാൾഡോ അച്ചാച്ചനാണോ വിശ്വാസം? എനിക്ക് ഇപ്പൊ ആ പെണ്ണെ തന്നെ വിശ്വാസം. ആണോ? ഇത് തന്നെയല്ലേ ഞാൻ മലയാളത്തിൽ 2 ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചില്ല. മര്യാദക്ക് നന്നാക്കി കൊടുത്തോ, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം പറഞ്ഞേക്കാം. മോനിങ് പോരെ, ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാവും, അപ്പുറത്തോട്ട് പോവാം. പോരെ ഓടി വാ. Aliens.